ഒന്ന്. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഉത്തരം 17 ഭാഷയിൽ. 2. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം അബ്ദുൽ ഗാഫർ ഖാൻ. 3. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? ഉത്തരം ടെൻഡർ. 4. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം. ഉത്തരം കമ്മ്യൂണിറ്റി റിസർവുകൾ. 5. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി എന്ത്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി എന്ത്? ഉത്തരം മിഠായി. 6. മനുഷ്യ ശരീരത്തിൽ ഉപചായ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? മനുഷ്യ ശരീരത്തിൽ ഉപചായ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? ഉത്തരം കരൾ. 7. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഉത്തരം അപവർത്തനം. 8. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ഉത്തരം ഓഗസ്റ്റ് 23. 9. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരെന്ത്? സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരെന്ത്? ഉത്തരം ആദിത്യ L1. 10. തിക്കോഡിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? തിക്കോഡിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഉത്തരം കുഞ്ഞനന്ദൻ നായർ. 11. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻസ് മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആര്? 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻസ് മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആര്? ഉത്തരം R പ്രാജ്ഞനന്ദ. 12. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? ഉത്തരം സർക്കസ്. 13. കൽപ്പാത്തിപ്പുഴ ഏതു നദിയുടെ കൈവഴിയാണ്? കൽപ്പാത്തിപ്പുഴ ഏതു നദിയുടെ കൈവഴിയാണ്? ഉത്തരം ഭാരതപ്പുഴ. 14. മലയാള ഭാഷ ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ഏത് ഗ്രന്ഥത്തിലാണ്? മലയാള ഭാഷ ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ഏത് ഗ്രന്ഥത്തിലാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. 15. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആര്? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം സർദാർ KM പണിക്കർ. 16. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഉത്തരം ലാഹോർ സമ്മേളനം. 17. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്ന പ്രദേശം ഏത്? കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്ന പ്രദേശം ഏത്? ഉത്തരം മലബാർ. 18. കേരളത്തിലെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം GN ഗോപാൽ. 19. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ മലയാളി ആര്? മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ മലയാളി ആര്? ഉത്തരം PJ ആന്റണി. 20. 71-ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ ആര്? 71-ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ ആര്? ഉത്തരം വിജയരാഘവൻ, പൂക്കാലം എന്ന സിനിമയ്ക്ക്. 21. 71-ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടി
71 ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടി ആര്? ഉത്തരം ഊർവശി. ഉള്ളൊഴുക്ക്. 22 മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം അതായത് ഊർവശി അവാർഡ് ആദ്യമായി നേടിയ മലയാളി ആര്? നടി ആര്? മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം അതായത് ഊർവശി അവാർഡ് ആദ്യമായി നേടിയ മലയാളി നടി ആര്? ഉത്തരം ശാരദ. 23 ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഇക്കോ സിസ്റ്റം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഇക്കോ സിസ്റ്റം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. 24 ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ഉത്തരം 1931. 25 ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം 1917. 26 ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം ഏത്? ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം ഏത്? ഉത്തരം റൗലറ്റ് നിയമം. 27 ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആര്? ഇന്ത്യയിൽ ഭരണ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആര്? ഉത്തരം BR അംബേദ്കർ. 28 ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. 29 സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആര്? സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആര്? ഉത്തരം വക്കം അബ്ദുൽ ഗാഫർ മൗലവി. 30 ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ഉത്തരം ഉറുഗ്വ. 31 ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ഉത്തരം ബ്രസീൽ. 32 ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഉത്തരം VP മേനോൻ. 33 വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആസ്ഥാനം എവിടെ? വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം എവിടെ? ഉത്തരം ന്യൂഡൽഹി. 34 ലോക ഫുട്ബോൾ ദിനം എന്നാണ്? ലോക ഫുട്ബോൾ ദിനം എന്നാണ്? ഉത്തരം മെയ് 25. 35 ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏത്? ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏത്? ഉത്തരം ഖാരിഫ്. 36 മേൽക്കുര മഴവെള്ള ശേഖരണ നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? മേൽക്കുര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം തമിഴ്നാട്. 37 കുളച്ചൽ യുദ്ധം നടന്നത് എന്ന്? കുളച്ചൽ യുദ്ധം നടന്നത് എന്ന്? ഉത്തരം 1741. 38 കുണ്ടറ വിളംബരം നടന്ന വർഷം? കുണ്ടറ വിളംബരം നടന്ന വർഷം? ഉത്തരം 1809. 39 ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം ചോറ്റൂർ ശങ്കരൻ നായർ. 40 ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡ് ലഭിച്ചത് ആർക്ക്? ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡ് ലഭിച്ചത് ആർക്ക്? ഉത്തരം നിർമ്മല സീതാരാമൻ. 41 ഉത്തരേന്ത്യ സമുദ്രങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏത്? ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ
മാങ്ങ പഴുക്കുന്നതിനും കേട്ടോ. മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏത്? ഉത്തരം മാംഗോ ഷവർ. 42. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. പെരിഹീലിയൻ ദിനം എന്നാണ്. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ ദിനം എന്നറിയപ്പെടുന്നു. പെരിഹീലിയൻ ദിനം എന്നാണ്. ഉത്തരം ജനുവരി 3. 43. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത്. ഉത്തരം ദേശീയ ജലപാത 3 അതായത് NW3. 44. മരണാന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആര്? മരണാന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആര്? ഉത്തരം MT വാസുദേവൻ നായർ. 45. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഉത്തരം 10ാം പഞ്ചവത്സര പദ്ധതി. 46. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആര്? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ദാദാഭായ് നവറോജി. 47. ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം. ഉത്തരം നീതി ആയോഗ്. 48. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവും ആയ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 86ാമത് ഭരണഘടനാ ഭേദഗതി. 49. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മിച്ചത്? 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മിച്ചത്? ഉത്തരം മോത്തിലാൽ നെഹ്റു. 50. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഉത്തരം ആർട്ടിക്കിൾ 40. താങ്ക് യു.